സെക്രട്ടറി ബഷീർ സാർ, സദസ്സിലെ ഫോക്കാച്ചിന്റെയും അതുപോലെ തന്നെ കലാസേവന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥികളെ, 5 വർഷക്കാലം കലാസേവന രംഗത്ത് പുതുതലമുറക്ക് വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന ഫോക്കാർട്സ് കൾച്ചറൽ ഫോറം, അതിന്റെ സംസ്ഥാന സെക്രട്ടറി റഹീന ടീച്ചർ ബന്ധപ്പെട്ടുകൊണ്ടാണ് ടീച്ചർ വേദിയിലേക്ക് കടന്നിരിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ സുദീർഘമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ഫോക്കാർട്സിന് കഴിഞ്ഞിട്ടുണ്ട്. 14 ജില്ലകളിലും എണ്ണമറ്റ മെമ്പർമാരെ കൊണ്ട് വളരെയധികം സുദീർഘമായ പ്രവർത്തനങ്ങൾ കലയിലും സേവനത്തിലും ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഫോക്കാർട്സ് കൾച്ചറൽ ഫോറം. അതിന്റെ 4ാമത് അവാർഡ് നൈറ്റ് ആണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമിയിൽ വെച്ച് നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഫോക്കാർട്സിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കോണിപ്പടി ഇതിലേക്ക് കയറി വരുന്ന സമയത്ത് അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിന്റെ ഫോട്ടോസുകൾ ഈ കഴിഞ്ഞ കാലത്ത് ഈ 1 വർഷക്കാലം ചെയ്തതാണ് നമ്മളവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ എല്ലാ വർഷങ്ങളിലും എണ്ണമറ്റ കലാ സേവന രംഗത്തുള്ള പ്രവർത്തനങ്ങൾ എല്ലാ അർത്ഥത്തിലും പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് കൈത്താങ്ങായിക്കൊണ്ടും അതുപോലെ തന്നെ ചികിത്സക്കായിട്ടുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ടൊക്കെ വിവാഹത്തിന് സഹായങ്ങൾ നൽകി കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ സേവന രംഗത്ത് ഫോക്കാർട്സിന് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ അവാർഡ് നൈറ്റിലും ചാരിറ്റി രംഗത്തുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുൻതൂക്കം നൽകുന്നതാണ്. ആദ്യത്തെ അവാർഡ് നൈറ്റിൽ നമ്മൾ ചെയ്തത് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ചുമരുകൾക്കിടയിൽ മാത്രം ജീവൻ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സഹോദരി, അവരുടെ ഒരു ആവശ്യമായിരുന്നു ഇലക്ട്രിക് വീൽ ചെയറിന് നമ്മളോട് അപേക്ഷിച്ചത്. വളരെ സന്തോഷത്തോടുകൂടെ ആ ഒരു സഹോദരിക്ക് നമുക്കത് നൽകാനും കഴിഞ്ഞ അവാർഡ് നൈറ്റ് വരെ അവർ നമ്മുടെ അവാർഡ് നൈറ്റിൽ ആ വീൽ ചെയറുമായി വരുന്നൊരു അവസ്ഥ നമുക്ക് ആ സന്തോഷം നമ്മളുമായി പങ്കുവച്ചതാണ്. അതിനുശേഷം നടന്ന അവാർഡ് നൈറ്റിൽ ബീഹാറിൽ വെള്ളത്തിന് കഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ കിണറുകൾ കുത്തിക്കൊണ്ട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഫോക്കാർട്സിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്ന പ്രവർത്തനം നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ വർഷം വളരെയധികം പ്രയാസപ്പെടുന്ന വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള 150ഓളം വരുന്ന ആദിവാസി മേഖലകൾ നമ്മൾ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണ കിറ്റുകളും അതുപോലെ തന്നെ അവരുടെ കലാ മൂല്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കാണാനും അത് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പഠനയാത്രയോടുകൂടിയാണ് കഴിഞ്ഞ വർഷത്തെ ചാരിറ്റി പ്രവർത്തനത്തിന് ഫോക്കാർട്സ് മുന്നോട്ട് വെച്ചത്. ഈ വർഷം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരി ആക്സിഡന്റിലായിക്കൊണ്ട് 3 മാസത്തോളമായി കഴുത്തിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന ബെൽറ്റ് ധരിച്ചുകൊണ്ട് മേലോട്ട് മാത്രം നോക്കിക്കൊണ്ട് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള സഹോദരിയെ കൈത്താങ്ങായിക്കൊണ്ടുള്ള ഒരു ചാരിറ്റി പ്രവർത്തനമാണ് ഫോക്കാർട്സ് ഈ വർഷം നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കലാമേഖലയിൽ വൈവിധ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ മൂല്യമറ്റ രീതിയിൽ പുതുതലമുറയിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ആന്ധ്രയിലും അതുപോലെ തന്നെ തെലങ്കാനയിലും ബീഹാറിലും മധ്യപ്രദേശിലും ഡൽഹിയിലും ഒക്കെ പോയിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കലാമൂല്യമുള്ള പ്രവർത്തനങ്ങൾ കലകൾ അവതരിപ്പിച്ചുകൊണ്ട് മാതൃകയായ രൂപത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരാനും വണ്ടർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന്റെ ഭാഗമാകാനും ഫോക്കാർട്സിന് കഴിഞ്ഞ നാളുകളിൽ സാധിച്ചിട്ടുണ്ട്. ഫോക്കാർട്സ് ഇവിടെ ഉണ്ടാക്കാനുള്ള കാരണം കലാരംഗത്തും സേവന രംഗത്തും കുട്ടികൾക്ക് മൂല്യമറ്റ രൂപത്തിലുള്ള ഭാവി തലമുറയെ കെട്ടിപ്പടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഈ വർഷം നമ്മൾ ആദരിക്കുന്നതിൽ അസ്ഹർ ഫാത്തിമ എന്ന് പറയുന്ന 9ാം ക്ലാസ്സുകാരിയായ ഒരു വിദ്യാർത്ഥിയുണ്ട്. ഈ വിദ്യാർത്ഥിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഫോക്കാർട്സ് എന്തിനു വേണ്ടിയാണോ ഉണ്ടാക്കപ്പെട്ടതെങ്കിൽ ആ ഒരു മൂല്യത്തിലേക്ക് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ വയനാട് ദുരന്തമുണ്ടായ സമയത്ത് തന്റെ സാമ്പത്തികമായിരിക്കുന്ന സ്രോതസ് ഒരു കുഞ്ചിയിലിട്ടുകൊണ്ട് അത്
ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ആ കുട്ടി അത് ശേഖരിച്ചു വെച്ചത്. അത് ഇത്തരത്തിലുള്ള ഒരു വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടം വന്ന സമയത്ത് ആരോടും ചോദിക്കാതെ വീട്ടുകാരോടും പറയാതെ അത് ഫോക്കാച്ചിന്റെ കരങ്ങളിലേക്ക് തന്നുകൊണ്ട് അവിടേക്ക് കൊടുക്കുന്ന ഫണ്ടിലേക്ക് എന്റെ വകയായി ഈ കുട്ടി കൂടി നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തരാനായിട്ടുള്ള ഒരു മനസ്സ് ആ കുട്ടി കാണിച്ചു. അത്തരത്തിൽ ഒരുപാട് പ്രവർത്തന മേഖലയിൽ കഴിവ് തെളിയിച്ച കലയിലും അതുപോലെ സേവന രംഗത്തുള്ള ആളുകളെയാണ് ഈ വർഷം നമ്മളിവിടെ ആദരിക്കുന്നതിന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഏതൊക്കെ നമ്മുടെ MLA മറ്റൊരു പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാന്യനായ ഫോക്കാച്ച് കൾച്ചറൽ ഫോറത്തിന്റെ രക്ഷാധികാരിയും സ്വാഗത സംഘം ചെയർമാനുമായിട്ടുള്ള സക്രിയ പള്ളിക്കണ്ടി സാഹിബിനെ ആദരവോടുകൂടെ സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തുന്ന ഫോക്കാച്ചിന്റെ സ്റ്റേറ്റ് ട്രഷറർ മൊയ്തീൻകുട്ടി മാഷ്, ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന മുൻ മന്ത്രിയുമായിട്ടുള്ള KP അനിൽകുമാർ MLA, ഈ യോഗത്തിൽ അവാർഡ് ദാനങ്ങളും ആദരവുകളും നൽകാനായിട്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള തിരക്കുകൾക്കിടയിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കലാസേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയോടൊപ്പം ചേർന്ന് നിൽക്കാൻ മനസ്സ് കാണിച്ചുകൊണ്ട് ഇവിടെ എത്തിയ TV ഇബ്രാഹിം MLA-ക്കും പ്രത്യേകമായ സ്വാഗതം ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അതുപോലെ അവാർഡ് ദാന ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്ന റഫീഖ, നിത, അതുപോലെ തന്നെ മഹാകായി മുൻകൂട്ടി വൈദ്യ മാപ്പിള അക്കാദമിയുടെ സെക്രട്ടറി ബഷീർ ചുങ്കത്തറ, ഈ അവാർഡുകളും ആദരവുകളും ഏറ്റുവാങ്ങാനായിട്ട് നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, ജയ് ഹിന്ദ്.